നമസ്കാരം. H1 വിസകൾക്ക് കടുത്ത തുക ചുമത്തിയതോടെ ഇന്ത്യയുടെ നട്ടെല്ല് തകർക്കാനുള്ള ആദ്യത്തെ ആയുധമാണ് ട്രംപ് തൊടുത്തുവിട്ടത്. അത് ഏറെക്കുറെ ലക്ഷ്യം കണ്ടു എന്ന് വേണം പറയാൻ. മറ്റേത് രാജ്യത്തെക്കാളും ട്രംപിന്റെ ഈ ഭീഷണി ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ടെക്കികളെ തന്നെയാണ്. അമേരിക്കയിൽ കുടിയേറിയ ഇന്ത്യൻ ടെക്കുകളുടെ എണ്ണം എണ്ണിയാൽ ഒടുങ്ങുന്നതല്ല എന്നിരിക്കെ ട്രംപിന്റെ പുതിയ തീരുമാനം പ്രതീക്ഷിച്ചതിലും കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത്. കാര്യം നിസ്സാരമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികൾ ലീവും മറ്റും അവസാനിപ്പിച്ച് എത്രയും വേഗം തിരിച്ചെത്താൻ അന്തിമ ശാസനം നൽകിയിരിക്കുകയാണ് തങ്ങളുടെ തൊഴിലാളികൾക്ക്. അങ്ങനെ എളുപ്പത്തിൽ മടങ്ങി ചെല്ലാൻ കഴിയാത്തവർക്ക് നിലവിൽ ജോലി പോകുന്ന കാര്യം വരെ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. H1B, H4 വിസയുള്ളവർ അടുത്ത കുറച്ചു കാലത്തേക്ക് US തന്നെ തുടരണമെന്നാണ് മൈക്രോസോഫ്റ്റ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഈ വിസകളുള്ളവരും നിലവിൽ US പുറത്തുള്ളവരുമായ ജീവനക്കാർ സമയപരിധിക്ക് മുൻപായി നാളെയോ തിരികെ എത്തണമെന്ന് കമ്പനി നിർദ്ദേശിക്കുന്നുവെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. മൈക്രോസോഫ്റ്റിന്റെ ഒരു ആഭ്യന്തര ഇമെയിൽ ഉദ്ധരിച്ചാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട്. അതേസമയം JP മോർഗന്റെ ഓഡ്സെഡ് ഇമിഗ്രേഷൻ കൗൺസിലും H1B വിസയുള്ളവരോട് കൂടുതൽ നിർദ്ദേശം ലഭിക്കുന്നത് വരെ അമേരിക്കയിൽ തുടരാനും രാജ്യാന്തര യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. US പുറത്തുള്ളവർ സെപ്റ്റംബർ 21 ഈസ്റ്റേൺ ടൈം അർദ്ധരാത്രി 12:01 മുൻപായി രാജ്യത്ത് തിരികെ പ്രവേശിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. H1B വിസ അപേക്ഷകർ $1 ലക്ഷം ഫീസ് ചുമത്തിക്കൊണ്ടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെയാണ് ഈ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. പുതിയ നിയമം സെപ്റ്റംബർ 21 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും 12 മാസത്തേക്ക് നിലനിൽക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പ്രഖ്യാപനത്തിന് പിന്നാലെ US ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടെയുള്ള IT സേവന കമ്പനികളുടെ ഓഹരികൾ 2% മുതൽ 5% വരെ ഇടിഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപിന്റെ നീക്കം പ്രതിഭകളുടെ കൈമാറ്റത്തെയും നൂതന മാറ്റങ്ങളെയും നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് വിമർശകർ പ്രതികരിച്ചു. എന്നാൽ കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് വേതനം കുറയ്ക്കുന്ന നീക്കത്തെ ഈ ഉത്തരവ് തടയുമെന്നും US പൗരന്മാരായ ബിരുദധാരികൾക്ക് പരിശീലനം നൽകുന്നതിൽ നിക്ഷേപം നടത്താൻ കമ്പനികളെ പ്രേരിപ്പിക്കുമെന്നും അനുകൂലിക്കുന്നവർ വാദിക്കുന്നു. ഇന്ത്യൻ സാമ്പത്തികത്തിന്റെ അടിത്തറ ഇളക്കുന്ന നടപടികളിലേക്കാണ് ട്രംപിന്റെ പല തീരുമാനങ്ങളും ചെന്നെത്തി നിൽക്കുന്നത്. ടെക്കികൾ ഉൾപ്പെടെ അമേരിക്കയിൽ തൊഴിൽ സംബന്ധമായി പോയവരും പോകാൻ കാത്തിരിക്കുന്നവരുമൊക്കെ കടുത്ത ഭീതിയിലാണ് എന്ന് പറയാതെ വയ്യ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച